നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനിലെ ജനകീയ പ്രതിഷേധം ഭരണകൂടത്തെ വിറപ്പിക്കുന്നു. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അതിഭയാനകമാണ്. പ്രക്ഷോഭം 12 ദിവസത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇതോടെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങളിൽ സംഘർഷം ഉടലെടുക്കുകയും രാജ്യത്ത് മുഴുവൻ ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നാടുകടത്തപ്പെട്ട കിരീടാവകാശി റസ പഹ്ലവി ബഹുജന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് പുതിയ സംഘർഷങ്ങൾ അവിടെ രൂപം കൊണ്ടിരിക്കുന്നത്. രാജഭരണം തിരിച്ചു വരണമെന്ന മുദ്രാവാക്യം മുഴക്കിയാണ് പ്രക്ഷോഭകരുടെ പ്രതിഷേധം തെരുവിൽ ആളിക്കത്തുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ പുറത്താക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നുണ്ട്. ഏകാധിപതിക്ക് മരണം, പഹ്ലവി തിരിച്ചു വരും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് തെരുവുകളിൽ പ്രക്ഷോഭകർ ഉയർത്തുന്നത്. പ്രതിഷേധക്കാർ പഴയ രാജഭരണകാലത്തെ ഇറാൻ പതാകയുമായാണ് പ്രതിഷേധിക്കുന്നത്. ആളിപ്പടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താനായിട്ടാണ് രാജ്യത്തുടനീളം ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിലും ജീവിത ചിലവിനും പ്രതിഷേധിച്ച് ടെഹ്റാൻ ബസാറിൽ തുടങ്ങിയ സമരം ഇപ്പോൾ ഇസ്ഫഹാൻ, അബദാൻ, കെർമാൻഷാ തുടങ്ങിയ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്കെല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭങ്ങൾ ശക്തമായതോടെ വ്യാഴാഴ്ച രാത്രി മുതൽ ഇറാനിൽ രാജ്യവ്യാപകമായി ഇന്റർനെറ്റും വിച്ഛേദിച്ചു. അന്താരാഷ്ട്ര ടെലിഫോൺ ലൈനുകളും ലഭിക്കുന്നില്ലെന്ന് ഓൺലൈൻ വാച്ച്ഡോഗായ നെറ്റ് ബ്ലോക്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധക്കാർ തമ്മിലുള്ള ആശയവിനിമയം തടയാനാണ് ഭരണകൂടത്തിന്റെ ഈ ഒരു നീക്കം ഇപ്പോൾ ഇറാനിൽ നടത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാർക്കെതിരെ സുരക്ഷാ സേന മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ കുറ്റപ്പെടുത്തി. ഖമേനിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇസ്ലാമിക വിപ്ലവകാലത്ത് നാടുകടത്തപ്പെട്ട ഇറാനിയൻ രാജകുമാരൻ റസ പഹ്ലവി ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചത്. ഇറാനിലെ യുവതലമുറയെ വിജയത്തിന്റെ തലമുറ, ജനറേഷൻ V4 വിക്ടറി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സമരം തുടരാൻ ആഹ്വാനം ചെയ്തു. നിലവിലെ ഒത്തൊരുമയും സഹകരണവും തുടർന്നാൽ വിജയം സുനിശ്ചിതമായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തെരുവുകൾ കൈയെടുക്കാനും ബാരിക്കേഡുകൾ എടുത്തുമാറ്റാനും പ്രക്ഷോഭകാരികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇതുവരെയുള്ള സംഘർഷങ്ങളിൽ 45 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2260-ലധികം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സംഘർഷങ്ങൾക്കിടെ റസ പഹ്ലവി അടുത്ത ആഴ്ച മാറെ-ലാഗോയിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇറാൻ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയാൽ ശക്തമായ തിരിച്ചടി US നൽകുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. പ്രതിഷേധക്കാർക്കെതിരെ ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവയ്പ് നടത്തിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഡിസംബർ 28-നാണ് ഇറാനിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ആരംഭിച്ചത്. ഇറാനിലും സൈനികമായി ഇടപെടാൻ US തയ്യാറെടുക്കുന്നുവെന്നും അഭ്യൂഹം ലോകത്ത് പരന്നിരുന്നു. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C5, C-70 എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. US-ൽ നിന്ന് UK-യിലെ വ്യോമതാവളത്തിലേക്കാണ് ഇവ പുറപ്പെട്ടത്. ഇതോടെ ഇറാനെ ലക്ഷ്യമിട്ടാണോ ഈ നീക്കങ്ങളെന്ന സംശയമാണ് ഉയരുന്നത്. ബ്രിട്ടനിലെ RAF, ഫെയർഫോർഡ്, മൈൽഡൻ ഹാൾ, ലേക്കൻ ഹീത്ത് എന്നീ വ്യോമതാവളങ്ങളിലാണ് US വിമാനങ്ങൾ എത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടേക്ക് വലിയ തോതിൽ ഇത്തരം വിമാനങ്ങൾ എത്തുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും US സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യോമതാവളമാണ് ഇവ. C5, C-70 ഗ്ലോബാസ്റ്റർ വിമാനങ്ങൾ സൈനികർക്ക് പുറമെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും ഒക്കെ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവയാണ്. സൈനികർ, കനത്ത കവചിത വാഹനങ്ങൾ, ചിനൂക്ക്, ബ്ലാക്ക് ഹോക്ക് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനാണ് ഇവ ഉപയോഗിക്കുന്നത്. വലിയ തോതിലുള്ള സൈനിക നീക്കമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിലൊരു നീക്കം നടന്നതായി US ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ വിമാനങ്ങൾ വ്യോമതാവളത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന തരത്തിലുള്ള വീഡിയോകളും വിവരങ്ങളും X-ൽ പ്രചരിക്കുന്നുണ്ട്. സൈനിക നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വിന്യാസത്തിന്റെ വേഗതയും അളവും പരിശോധിക്കുമ്പോൾ ഇത് സാധാരണ പരിശീലനമല്ലെന്നും മറിച്ച് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള മുൻകരുതൽ പദ്ധതികളുടെ ഭാഗമായാണെന്നുമാണ് വിലയിരുത്തൽ. UK-യിലെത്തിയ വിമാനങ്ങളിൽ പലതും അമേരിക്കയുടെ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെന്റുമായി ബന്ധപ്പെട്ടവയാണ് എന്നത് അതീവ പ്രാധാന്യം അർഹിക്കുന്നു.
രാത്രികാലങ്ങളിൽ രഹസ്യമായി ശത്രുമേഖലകളിൽ സൈനികരെ എത്തിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള വിഭാഗമാണിത്. ഇതിനു പുറമെ കനത്ത ആയുധശേഷിയുള്ള AC-13J ഗോസ്റ്റ് റൈഡർ വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട്. ഇവ കരസേനയ്ക്കും വ്യോമസഹായം നൽകാനും ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാനും ശേഷിയുള്ളവയാണ്. മധ്യേഷ്യയിലെ US സൈനിക താവളത്തിലേക്ക് പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടിയാണ് ഇവയെല്ലാം എന്നും റിപ്പോർട്ടുകളുണ്ട്. മധ്യേഷ്യയിലേക്ക് ഇത്രയധികം വലിയൊരു സേനാ നീക്കത്തിന്റെ ആവശ്യകത നിലവിലില്ല. അതിനാൽ ഇത് ലക്ഷ്യമിടുന്നത് ഇറാനെയാണെന്നാണ് അഭ്യൂഹം. കഴിഞ്ഞ ദിവസം US-ന്റെ നിരീക്ഷണ വിമാനമായ P-8 ഇറാന്റെ വ്യോമാതിർത്തി കടന്ന് നിരീക്ഷണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിലും ഫ്ലൈറ്റ് റഡാർ വിവരങ്ങൾ P-8ന്റെ സാന്നിധ്യം ഇറാൻ വ്യോമാതിർത്തിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം ശക്തി പ്രാപിക്കുകയാണ്. 100-ലേറെ നഗരങ്ങളിലാണ് പരമോന്നത നേതാവായുള്ള അയത്തുള്ള ഖമനേയിക്കെതിരെ പ്രക്ഷോഭം നടക്കുന്നത്. രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും പ്രക്ഷോഭം വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ദേശീയ കറൻസിയായ റിയാലിന്റെ മൂല്യം കൂപ്പുകുത്തിയതും ഇതിനൊപ്പം അസഹനീയമായ തലത്തിലേക്ക് വിലക്കയറ്റം കൈവിട്ടുയർന്നതിനും പിന്നാലെയാണ് ഇറാനിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. വിലക്കയറ്റം അടക്കം ശക്തമായതോടെയാണ് ഇറാനിൽ ഭരണകൂടം പ്രതിസന്ധിയിലായത്. തെരുവിലെ പൊതുജനങ്ങളുടെ രോഷത്തിനും അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങൾക്കും ഭീഷണികൾക്കുമിടയിൽ നേതാക്കൾ കുടുങ്ങിയിരിക്കുകയാണ്. പ്രക്ഷോഭം മുന്നോട്ടു പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമാവുമെന്ന് ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥനടക്കം റോയിട്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്തു. അതേസമയം വിദേശ ശത്രുക്കൾ വാടകയ്ക്കെടുത്ത ആളുകളാണ് പ്രക്ഷോഭത്തിന് പിന്നിലെന്നും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി ആരോപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിച്ചിട്ടും പ്രക്ഷോഭങ്ങൾക്ക് ശമനമില്ല. പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയുമായി പടിഞ്ഞാറൻ ഇറാനിൽ പൊതുപണിമുടക്ക് നടത്താൻ കുർദ് പ്രതിപക്ഷ പാർട്ടികളും ആഹ്വാനം ചെയ്തു. 30ഓളം നഗരങ്ങളിലും പട്ടണങ്ങളിലും പണിമുടക്ക് ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. സുരക്ഷാ നടപടികൾക്കും നിലവിലുള്ള ആശയവിനിമയ നിരോധനത്തിനും ഇടയിലും പ്രക്ഷോഭകർ സർക്കാർ നിയന്ത്രണങ്ങളെ ധിക്കരിച്ച് മുന്നോട്ടു പോവുകയാണ്. അതേസമയം പ്രതിഷേധക്കാർക്കെതിരെ അതിക്രമം തുടർന്നാൽ ശക്തമായി നേരിടുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പ്രതിഷേധക്കാരെ നേരിടുന്ന രീതിയിൽ ജർമ്മനിയും ഇറാന്റെ നടപടികളെ അപലപിച്ചു. ഇറാനിലെ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സൗകര്യം പുനഃസ്ഥാപിക്കാൻ സാങ്കേതികവും നയതന്ത്രപരവുമായ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണമെന്ന് റസ പഹ്ലവി ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇറാനിയൻ കറൻസിയായ റിയാലിന്റെ മൂല്യം റെക്കോർഡ് തകർച്ച നേരിട്ടതോടെ ഡിസംബർ 28-നാണ് ഇറാനിൽ പ്രക്ഷോഭം തുടങ്ങിയത്. ഇത് പിന്നാലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭമായി പരിണമിച്ചു. ഇറാനിലെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിക്കെതിരെയാണ് മുദ്രാവാക്യങ്ങൾ കൂടുതലും ഇപ്പോൾ ഇറാൻ തെരുവുകളിൽ ഉയർന്നു കേൾക്കാനായിട്ട് സാധിക്കുന്നത്.